നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഈ മകം നക്ഷത്രക്കാരിലെ ഈ മാർച്ച് മാസത്തിൽ അവരുടെ തൊഴിൽ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിൻ്റെ കാര്യത്തിലായാലും കൂടുതലും ശ്രദ്ധ വേണം. പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ മകം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നതും ജന്മരാശിയിലാണെങ്കിൽ കേതു നിൽക്കുന്നതും, കൂടാതെ മാർച്ച് 15-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനും അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകിച്ച് ജീവിതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടുള്ള ക്ലേശതകൾ വരാതെ നോക്കേണ്ടുന്നതായൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കാരണം കർമാധിപതിയായിരിക്കുന്ന ശുക്രന് അഷ്ടമഭാവസ്ഥിതി കാണുന്നതും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തൊഴിൽ മേഖലകളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ പ്രത്യേകം നോക്കണം. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. എന്നാലോ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. കാരണം വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ നിവൃത്തിസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും 5-ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് 5-ാം ഭാവത്തേക്ക് തന്നെ നോക്കുന്നതും വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് മുന്നേറ്റമുണ്ടാകുന്ന സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയും ഈ ഒരു സമയങ്ങളിൽ. ഈ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് സന്താനഭാവങ്ങളിലാണെങ്കിലും മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും.